സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ട്രംപ് ആശാൻ ഓടി നടക്കുകയാണ്, ചുറ്റി ഓടി നടക്കുകയാണ്. ആശാന് അമേരിക്കയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ഇടിഞ്ഞിടിഞ്ഞ് വരികയും ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞാത്ത സാഹചര്യത്തിൽ വരികയും ചെയ്തു. ആശാൻ ലോകത്താകെ പിടിക്കുകയാണ്. പാകിസ്ഥാനെ പിടിച്ചു, പാകിസ്ഥാൻ കരസേന മേധാവിയെ പിടിച്ചു, ഇസ്രായേലിനെ പോയി പിടിക്കുന്നു, എല്ലാവരും പിടിക്കുന്നു. ഇന്ത്യയെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ഇന്ത്യ ചർച്ചയ്ക്ക് പോകും എന്നാണ് തോന്നുന്നത്, കൂടിക്കാഴ്ചയ്ക്ക് പോകുമെന്നാണ് തോന്നുന്നത്. മോഡിയെ വിളിച്ചിട്ടുണ്ട്, മോഡി പോകും. ഇതിനിടയിൽ ചൈനയെ വിളിക്കുന്നു, ചൈനയെ കാണുന്നു. കഴിഞ്ഞ ദിവസം പക്ഷേ ട്രംപ് ആശാൻ നമ്മളെ പുട്ടിനെ കാണാൻ പോയി. റഷ്യൻ പ്രസിഡന്റ് പുട്ടിനെ കാണാൻ പോയി ചർച്ചയൊക്കെ നടത്തിയെങ്കിലും പുട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ പരിപാടികളൊക്കെ കയ്യിലിരിക്കട്ടെ, ഈ ഉടായിപ്പൊക്കെ പണ്ടായിരുന്നു, ഞങ്ങൾ നിങ്ങളുടെ ഡോളർ പൊളിച്ചിരിക്കും. അപ്പോൾ ഇന്ത്യയും ചൈനയും റഷ്യയും കൂടി പുതിയൊരു ഒരു കരാർ, ഒരു ട്രയാങ്കുലർ, എന്താ പറയുക, ഒരു ത്രിമുഖ തന്ത്രം 3 രാജ്യങ്ങളോട് ചേർന്നുകൊണ്ടുള്ള ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇന്നലെ അതിന് ഉപോത്ബലകമായി മോഡി ചരിത്രത്തിലാദ്യമാണ് ഒരു പ്രധാനമന്ത്രി അമേരിക്കൻ ഡോളറിനെ പൊളിച്ചിരിക്കും എന്ന് കൃത്യമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിലോ റിപ്പബ്ലിക് ദിനത്തിലോ പറയുന്നതും അതൊരു വലിയൊരു വെല്ലുവിളിയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാര്യം അമേരിക്കൻ ഡോളറാണ് ഞങ്ങൾ വലുതും, ബാക്കി എല്ലാ രാജ്യങ്ങളതും ചെറുത്. ഇപ്പോൾ രൂപയായാലും റൂബിളായാലും അതുപോലെ യെൻ ആയാലും എന്തായാലും അറബി നാട്ടിലെ തുകയായാലും ഏത് നാട്ടിലെ തുകയായാലും ഡോളറാണ് മിടുക്കന്മാർ. ഞങ്ങൾ നിങ്ങളുടെ 1 രൂപ നിങ്ങൾ 80 രൂപ തന്നാലേ ഞങ്ങൾ ഒരു ഡോളർ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ മൂല്യമാണ് അമേരിക്കൻ ഡോളറിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് പൊളിക്കും എന്ന് കൃത്യമായി മോഡി പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉപോത്ബലകമായി അതിൻ്റെ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് സോവിയറ്റ് റഷ്യയും ഇല്ല, ഇപ്പോൾ റഷ്യയും അമേരിക്കയുമായുള്ള ചർച്ച പൊളിഞ്ഞ് പപ്പടം പാളീസായി. അത് വേറൊരു വഴിക്ക് നീങ്ങുന്നു. ചൈനയും ഇന്ത്യയും റഷ്യയും കൂടി കൃത്യമായൊരു ത്രിരാഷ്ട്ര സംഗമം നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ചൈനീസ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു, റഷ്യൻ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു. സ്വാഭാവികമായിട്ട് മോഡി ചൈനയിൽ പോകുന്നു, റഷ്യയിൽ പോകുന്നു, അങ്ങനെ അമേരിക്കയിലും പോകും. എന്തായാലും ഇന്ത്യ വലിയ ലീഡെടുക്കുകയാണ് ഈ കാര്യങ്ങളിൽ. അമേരിക്കയുടെ ഈ പണിയൊന്നും നമുക്ക് ഇന്ത്യയോടൊപ്പം നടക്കത്തില്ല. നമ്മുടെ തീരുവ കൂട്ടി 25% ആക്കി, പിന്നെ 50% ആക്കി, പല ഉൽപ്പന്നങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തി, ഒരുപാട് ബഹളമുണ്ടാക്കിയെങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല. വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രത്തിൽ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ഭൗമ രാഷ്ട്രീയത്തിൽ ലോകത്ത് വലിയ ചലനമുണ്ടാക്കുകയാണ്. ഈ ചലനത്തിൽ ആരായിരിക്കും പുതിയ ശാക്തിക ചേരി എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം നിർണായകമായ രീതിയിൽ മാറുകയാണ്. കാര്യം അമേരിക്കയുടെ സമ്പദ്ഘടന, അവരുടെ GDP എല്ലാം വല്ലാതെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രൊഡക്ഷൻ കുറയുന്നു. വലിയ പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതിസന്ധിയെ മുതലെടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ചൈന മുന്നിൽ നിന്നുള്ളത്. ആ ചൈനയുള്ളപ്പോൾ തന്നെ ഇന്ത്യയും റഷ്യയും കൂടെ നിർത്തി എങ്ങനെ ഈ ചൈനയെ പിണക്കാമെന്ന് ആദ്യം ആലോചിച്ചു, അത് നടന്നില്ല. പിന്നെ ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഇവരെല്ലാം പിണക്കുന്നത് എങ്ങനെയെന്ന് ആലോചിച്ചു, അത് നടന്നില്ല. അവസാനം റഷ്യ, ചൈന, ഇന്ത്യ സംഗമിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ കാഴ്ചയിൽ ട്രംപിൻ്റെ അടി പതറുക തന്നെ ചെയ്യും, ട്രംപ് വീഴുക തന്നെ ചെയ്യും. നമ്മളിപ്പോൾ ഡോളറിലും കൈവച്ചിരിക്കുകയാണ്. ഇനി ഡോളറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ആഭ്യന്തരമായും വൈദേശികമായും ഡോളറിൻ്റെ മൂല്യം ഇടിക്കുന്നതിനുള്ള പണി ഞങ്ങൾ ആരംഭിക്കുമെന്ന് ചെങ്കോട്ടയിൽ വളരെ കൃത്യമായി നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി, പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഡോളറിനെ പിടിക്കാനുള്ള പണിയാണ് നടക്കുന്നത്. അമേരിക്ക വരാനിരിക്കുന്നത് 8ൻ്റെ പണി തന്നെയാണ്.